ഇന്ത്യയുടെ സ്റ്റാർ ബാറ്ററാണ് വിരാട് കോഹ്ലി. കോഹ്ലിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് മുൻ ഓസ്ട്രേലിയൻ നായകൻ റിക്കി പോണ്ടിംഗ് ഉയർത്തിയത്. കോഹ്ലിയുടെ കഴിഞ്ഞ സമയങ്ങളിൽ ടെസ്റ്റ് മത്സരങ്ങളിലെ മോശം പ്രകടനങ്ങൾ എടുത്തു കാണിക്കുന്നതായിരുന്നു റിക്കി പോണ്ടിങ്ങിന്റെ വിമർശനങ്ങൾ പ്രധാനമായും. ഇതിനുശേഷം പോണ്ടിങ്ങിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയായി ഇന്ത്യയുടെ നിലവിലെ പരിശീലകനായ ഗൗതം ഗംഭീറും രംഗത്ത് വരികയുണ്ടായി. ഇപ്പോഴിതാ പോണ്ടിങ്ങിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഓസ്ട്രേലിയൻ താരം ബ്രെഡ്ലി. പോണ്ടിങ് കോഹ്ലിയുടെ ഫോമിനെ വിമർശിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അതൊരു വലിയ മണ്ടത്തരമായിട്ടാണ് തോന്നുന്നത്. എന്താണ് റിക്കി പോണ്ടിങ് നിങ്ങൾ ചെയ്യുന്നതെന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചു. ഇത്തരത്തിൽ നിങ്ങൾ വിമർശിക്കുമ്പോൾ കോഹ്ലിയുടെ ഉള്ളിലെ തീ ആളിക്കത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതിനുള്ള പ്രധാന കാരണം കോഹ്ലി ഒരു ലോക നിലവാരമുള്ള താരമാണ്. ഇങ്ങനെയുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും കോഹ്ലിയെ ഭയപ്പെടേണ്ടതെന്നും ബ്രെഡ്ലി വെളിപ്പെടുത്തി. കണക്കുകൾ നിരത്തിയുള്ള വിമർശനങ്ങളാണ് പോണ്ടിങ് വിരാട് കോഹ്ലിക്കെതിരെ ഉയർത്തിയത്. മാത്രമല്ല, കഴിഞ്ഞ 5 വർഷങ്ങളിലെ കോഹ്ലിയുടെ ടെസ്റ്റ് പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോണ്ടിങ് വിമർശനം ആരോപിച്ചതും. കഴിഞ്ഞ ദിവസം വിരാട് കോഹ്ലിയെ പറ്റിയുള്ള ഒരു കണക്ക് ഞാൻ കാണുകയുണ്ടായി. കഴിഞ്ഞ 5 വർഷത്തിനിടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ കേവലം 3 സെഞ്ചുറികൾ മാത്രമാണ് വിരാട് സ്വന്തമാക്കിയത്. കോഹ്ലിയെ പോലെ കാലിബറുള്ള ഒരു താരത്തെ സംബന്ധിച്ച് അതത്ര മികച്ച കണക്കായി ഒരിക്കലും തോന്നുന്നില്ല. ഇത്തരം മോശം കണക്കുകളുള്ള മറ്റൊരു താരം പോലും അന്താരാഷ്ട്ര ടീമുകളിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ കോഹ്ലിയുടെ കാര്യം വളരെ വ്യത്യസ്തമാണ്. ഓസ്ട്രേലിയൻ സാഹചര്യത്തിൽ അദ്ദേഹം മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കുമെന്നതാണ് ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നതെന്നും പോണ്ടിങ് തുറന്നു പറഞ്ഞു. എന്നാൽ ഇതിന് ഗംഭീർ നൽകിയ മറുപടിയും വളരെ വ്യത്യസ്തമാണ്. പോണ്ടിങ് കോഹ്ലിയെ വിമർശിക്കേണ്ട കാര്യമില്ല എന്നാണ് ഗംഭീർ ഇതിന് നൽകിയ പ്രധാന മറുപടി. ഇന്ത്യൻ ക്രിക്കറ്റിനെ പറ്റി പോണ്ടിങ് ആശങ്കപ്പെടേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിനെ പറ്റിയാണ് പോണ്ടിങ് സംസാരിക്കേണ്ടതെന്നും ഗംഭീർ പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ കോഹ്ലിയുടെയും രോഹിത്തിന്റെയും ഫോമിനെ സംബന്ധിച്ച് തനിക്ക് യാതൊരു ആശങ്കയുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നവംബർ 22-നായിരിക്കും ഇന്ത്യയുടെ ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പര ആരംഭിക്കുന്നത്.